എന്താ കളി, എന്തൊരു വീറുമാശിയുമാണിത്. IPL മെഗാ താരലേലം കഴിഞ്ഞുള്ള ആദ്യ സീസണിനൊടുവിൽ ചെമ്പും വെള്ളിയും തെളിഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് ടാറ്റ IPL ട്രോഫിയിൽ ഇക്കുറി മുത്തമിടുന്ന ടീം ആരെന്ന ചോദ്യമാണ്. (2025) IPL സീസൺ അവസാനത്തോടടുക്കുമ്പോൾ സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസും ക്യാപ്റ്റൻ കൂൾ MS ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സും ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. കാലം അങ്ങനെയാണ്. അത് ചിലപ്പോൾ എത്ര പൊള്ളയായ സത്യങ്ങളെയും തുറന്നു കാട്ടും. ഇത് ഞങ്ങളുടെ അതിജീവന പോരാട്ടമാണല്ലോ, നീതി ലഭിച്ചില്ലല്ലോ എന്ന് പരിതപിച്ചു നിന്നിട്ട് കാര്യമില്ല. ഇവിടെ കരുത്തർക്ക് മാത്രമേ നിലയുറപ്പിക്കാനാകൂ. പ്ലേ ഓഫിന് യോഗ്യത നേടാതെ പുറത്താകുന്ന ആദ്യ ടീമായി മാറിയത് CSK ആണ്. 2025 മുമ്പ് വരെ ചെപ്പോക്കിലെ ഹോം ഗ്രൗണ്ടിൽ 2 മത്സരത്തിൽ കൂടുതൽ തുടർച്ചയായി തോറ്റ ചരിത്രമില്ല അവർക്ക്. എന്നാൽ തുടർച്ചയായ 5 തോൽവികളുമായി സ്വന്തം കാണികൾക്ക് മുന്നിൽ നാണം കെട്ടി നിൽക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. IPL-ൽ 5 തവണ ജേതാക്കളായ പാരമ്പര്യമുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം ഫോമിലാണ്. 2008 ശേഷം ഇതാദ്യമായാണ് RCB-യോട് CSK തോൽക്കുന്നത്. ഹോം ഗ്രൗണ്ടിൽ അയൽക്കാരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് IPL-ന്റെ ചരിത്രത്തിലാദ്യമായി തോൽക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ചെന്നൈയുടെ ക്രിക്കറ്റിംഗ് ഫിലോസഫി മാറേണ്ടതുണ്ട്. സീസണിനിടയിൽ കോച്ച് സ്റ്റീഫൻ ഫ്ലെമിങ്ങിനോട് ചെന്നൈയുടെ മോശം ഫോമിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യത്തെയും ടീമിലെ വെടിക്കെട്ട് ബാറ്റിംഗ് താരങ്ങളുടെ സാന്നിധ്യവുമെല്ലാം ചൂണ്ടിക്കാട്ടി തടി തപ്പാനായിരുന്നു കോച്ചിന് തിടക്കം. മറ്റ് IPL ടീമുകളെല്ലാം അൺക്യാപ്ഡ് താരങ്ങളെ കൊണ്ടുവരികയും പവർ പ്ലേയിലെ ആദ്യ പന്ത് മുതൽ അടിച്ചു തകർക്കാൻ ഒരുങ്ങിയിരിക്കുകയും ചെയ്യുമ്പോൾ മാറാൻ ഒരുക്കുമല്ലെന്ന പതിവ് പല്ലവി തന്നെയാണ് യെല്ലോ ആർമിക്ക്. സീനിയർ താരങ്ങളുടെ അനുഭവ സമ്പത്തിനെ ആശ്രയിക്കാനാണ് ടീമിന് താല്പര്യമെന്നും ഇപ്പോഴും T20 മത്സരങ്ങളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്നുമാണ് കോച്ച് ഫ്ലെമിംഗ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. പവർ പ്ലേയിൽ പരമാവധി റണ്ണടിച്ചു കൂട്ടുന്ന ടീമുകൾക്ക് വിജയസാധ്യത ഏറെയാണെന്ന് കഴിഞ്ഞ സീസണിൽ തന്നെ ഗൗതം ഗംഭീർ കോച്ചായിരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തെളിയിച്ചതാണ്. എന്നിട്ടും ഇതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന പഴഞ്ചൻ ചിന്താഗതി വെച്ചു പുലർത്തുകയാണ് CSK ടീമും കോച്ചും. ഈ ഓൾഡ് ഈസ് ഗോൾഡ് ഫിലോസഫിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ചെന്നൈയുടെ അവസ്ഥ ഇപ്പോൾ എന്തായി? 2020-ൽ ആദ്യമായി പ്ലേ ഓഫ് കാണാതെ പുറത്തായ ചെന്നൈ മധ്യനിരയിൽ തകർത്തടിക്കാൻ ശേഷിയുള്ള ഏതാനും യുവതാരങ്ങളുമായി എത്തി 2021-ൽ കപ്പടിച്ച ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. 2022-ൽ പ്ലേ ഓഫിലെത്താതിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റർമാരിൽ കൂടുതൽ നിക്ഷേപം നടത്തി 2023-ൽ കപ്പടിച്ചിട്ടുമുണ്ട്. പേരിന് 1-2 ജയം മാത്രം നേടി സീസൺ അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ പേരും പെരുമയുമുള്ള ഒരു IPL ഫ്രാഞ്ചൈസി അടുത്ത സീസണിൽ ഇനി എങ്ങനെ തിരിച്ചു വരുമെന്നാണ് കണ്ടറിയേണ്ടത്. യഥാർത്ഥത്തിൽ ചെന്നൈക്ക് ആദ്യമേ പിഴച്ചു തുടങ്ങിയത് മെഗാ താരലേലം മുതലാണ്. ധോണി, ജഡേജ, ഋതുരാജ്, ശിവം ദുബെ, മദീഷ പതിരന തുടങ്ങിയ 5 പേരെ ആദ്യമേ ടീമിൽ നിലനിർത്തിയ ചെന്നൈ പരിചയസമ്പന്നരായ താരങ്ങളെ മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് തെരഞ്ഞത്. 10 കോടി വീതം നൽകി അശ്വിൻ, നൂർ അഹമ്മദ് എന്നീ ബൗളർമാരെ ടീമിലെത്തിച്ചതോടെ ബാറ്റിംഗ് നിരക്ക് ആഴം നൽകുന്ന സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരിലേക്ക് എത്തിപ്പിടിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതോടെ രാഹുൽ ത്രിപാഠി, ദീപക് ഹൂഡ, വിജയ് ശങ്കർ എന്നീ ഇന്ത്യൻ താരങ്ങൾ ടീമിലെത്തി. പ്രിയാം ഷാരി എന്ന പഞ്ചാബി യുവ ഓപ്പണറിൽ ചെന്നൈയുടെ സ്കൗട്ടിംഗ് ടീം ആദ്യമേ കണ്ണുവച്ചിരുന്നതാണ്. പഞ്ചാബിനായി സീസണിൽ ഒരു സെഞ്ചുറി അടക്കം നേടിയ താരത്തെ മെഗാ താരലേലത്തിൽ പരിഗണിക്കുക പോലും ചെയ്തില്ലെന്നതിൽ ധോണിപ്പട ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകും. മുൻ സീസണുകളിൽ ചെന്നൈയുടെ സ്കൗട്ടിംഗ് ടീം നിർദ്ദേശിച്ചിട്ടും ലേലത്തിൽ ടീമിലെടുക്കാതെ നഷ്ടപ്പെടുത്തിയ മിന്നും താരങ്ങളുടെ പേരുകൾ കേട്ടാൽ മനസ്സിലാകും ചെന്നൈ ടീം മാനേജ്മെന്റ് കാണിച്ചിട്ടുള്ള വൻ അബദ്ധങ്ങൾ. വരുൺ ചക്രവർത്തിയും സായി സുദർശനുമൊക്കെയാണ് ഈ ലിസ്റ്റിലെ പ്രമുഖർ. മെഗാ താരലേലത്തോടെ മറ്റു ടീമുകൾ കൂടുതൽ കരുത്തരായി മാറിയെന്ന് സമ്മതിക്കുമ്പോഴും സ്വന്തം ടീമിന്റെ പോരായ്മകൾ എങ്ങനെ തിരുത്താമെന്നതിനെ കുറിച്ച് കോച്ച് സ്റ്റീഫൻ ഫ്ലെമിങ്ങിന് വലിയ ധാരണയൊന്നുമില്ല. ടീമിന് ശരിയായ രീതിയിൽ പ്രകടനം നടത്താനായിട്ടില്ലെന്നാണ് കോച്ച് പറയുന്നത്. മുൻകാല റെക്കോർഡുകളിൽ പെരുമപ്പെടാനും അദ്ദേഹം മടി കാണിക്കുന്നില്ല. അതുകൊണ്ടായില്ലല്ലോ. സ്വന്തം ആരാധകർക്ക് മുന്നിൽ ടീമിനെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ പഴംപുരാണം കൊണ്ട് എന്ത് കാര്യം? ചെന്നൈ സൂപ്പർ കിങ്സിന്റെ എക്കാലത്തെയും മികച്ച ക്രൈസിസ് മാനേജറാണ് ധോണി എന്ന മാന്ത്രികൻ. ഋതുരാജ് പരിക്കേറ്റ് പുറത്തായപ്പോഴെങ്കിലും ടീമിന്റെ രക്ഷകനാകുമെന്ന് കരുതിയ ധോണിയുടെ മഹേന്ദ്രജാലം പഴയ പോലെ ഫലിക്കുന്നില്ലെന്ന കാഴ്ചയും ആരാധകരെ നിരാശരാക്കുന്നതാണ്. പ്രായം 43-ലേക്ക് കടന്ന ധോണിക്ക് പകരം ഒരു സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർ പോലും ചെന്നൈ ടീമിൽ ഇല്ലെന്നതും അമ്പരപ്പിക്കുന്ന വസ്തുതയാണ്. സ്പിൻ ഇതിഹാസം ഷെയ്ൻ വോണിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ 2008-ലെ IPL കിരീടം നേടിയ ടീമാണ് രാജസ്ഥാൻ റോയൽസ്. അതിനുശേഷം 2022-ൽ മാത്രമാണ് IPL കിരീട നേട്ടത്തിന് തൊട്ടടുത്ത് വരെ അവരെത്തിയത്. 2022-ൽ റണ്ണേഴ്സ് അപ്പ്, 2023-ൽ 5-ാം സ്ഥാനം, 2024-ൽ 3-ാം സ്ഥാനം, 2025-ലേക്ക് വരുമ്പോൾ അത് 8-ാം സ്ഥാനത്തേക്കും പതിച്ചിട്ടുണ്ട്. സഞ്ജു സാംസൺ നായകനായ ശേഷം
ടീമിന് പുത്തൻ ഊർജ്ജമൊക്കെ കൈവന്നതാണ്. എന്നാൽ മെഗാ ലേലത്തിലെ അശ്രദ്ധ കൊണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ പ്രതാപകാലം അസ്തമിക്കുന്നത് പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. മൂർച്ചയേതുമില്ലാത്ത ബൗളിംഗ് നിരയെയും ഫിനിഷിംഗ് മികവില്ലാത്ത മധ്യനിര ബാറ്റർമാരെയും കൊണ്ട് IPL കിരീടം വെട്ടിപ്പിടിക്കാൻ രാജസ്ഥാൻ ഒരുങ്ങിയപ്പോഴേ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. RRന്റെ അസം സ്വദേശിയായ എക്സിക്യൂട്ടീവ് ചെയർമാൻ രഞ്ജിത്ത് ഭർത്താക്കൂർ, മുഖ്യ പരിശീലകൻ രാഹുൽ ദ്രാവിഡ്, താൽക്കാലിക നായകൻ റിയാൻ പരാഗ്, സഞ്ജു സാംസൺ എന്നിവരിലേക്കാണ് ആരാധകർ സംശയദൃഷ്ടിയോടെ ചൂണ്ടുവിരൽ ഉയർത്തുന്നത്. താരങ്ങളോട് അടുത്തിടപഴകുന്ന മുൻ പരിശീലകൻ സംഘക്കാരയ്ക്ക് പകരം ദ്രാവിഡിനെ കൊണ്ടുവന്നത് എന്തിനായിരുന്നു എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഡഗ്ഔട്ടിൽ ദ്രാവിഡ് ഒറ്റയ്ക്കെടുക്കുന്ന പല തീരുമാനങ്ങളും ടീമിനെ തോൽപ്പിച്ചെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. നായകൻ സഞ്ജു സാംസൺ പോലും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കൂടാരമായി രാജസ്ഥാൻ ക്യാമ്പ് മാറുന്നുവെന്നും വിമർശനമുയരുന്നുണ്ട്. സഞ്ജുവിനെ തഴഞ്ഞ് അസമുകാരനായ റിയാൻ പരാഗിനെ സ്ഥിരം നായകനാക്കാൻ RR ഉടമ രഞ്ജിത്ത് ഭർത്താക്കൂർ ചരട് വലിക്കുകയാണെന്ന ഊഹാപോഹങ്ങളും കൂടെ പ്രചരിക്കുന്നുണ്ട്. അതിനു പുറമെയാണ് രാജസ്ഥാൻ റോയൽസ് പണം വാങ്ങി പല മത്സരങ്ങളും തോറ്റുകൊടുക്കുകയാണെന്ന ഗുരുതരമായ വിമർശനങ്ങൾ ഉയരുന്നത്. സദാസമയവും ആത്മവിശ്വാസം വഴിഞ്ഞൊഴുകുന്ന മുഖഭാവവുമായി ഗ്രൗണ്ടിലെത്തുന്ന താൽക്കാലിക നായകൻ റിയാൻ പരാഗിനാകട്ടെ സ്വന്തം ബാറ്റിംഗ് കൊണ്ട് ടീമിന് ആത്മവിശ്വാസം നൽകാനാവാത്ത സ്ഥിതിയാണ്. ജോസ് ബട്ട്ലറെയും ട്രെന്റ് ബോൾട്ടിനെയും യുസ്വേന്ദ്ര ചഹലിനെയും പോലുള്ള മാച്ച് വിന്നേഴ്സിനെ റീടൈൻ ചെയ്യാതിരുന്ന രാജസ്ഥാൻ റോയൽസ് സ്വയം കുഴി തോണ്ടിയെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. മെഗാ ലേലം ഫലപ്രദമായി ഉപയോഗിക്കാൻ അറിയാതെ പോയ രണ്ട് IPL ടീമുകൾ അതിനുള്ള പ്രതിഫലം പറ്റുന്നുവെന്ന് മാത്രമേ ഇപ്പോൾ കരുതേണ്ടതുള്ളൂ. ഈ സീസണിൽ IPL നിന്ന് ആദ്യം പുറത്തായ രണ്ട് ടീമുകൾക്കും പൊതുവായുള്ള സാമ്യം ക്യാപ്റ്റന്മാരുടെ പരിക്കായിരുന്നു. നല്ലൊരു ശതമാനം മത്സരങ്ങളിലും സ്ഥിരം നായകരുടെ അഭാവം നേരിട്ടതോടെ താളം തെറ്റിയായിരുന്നു CSKയുടെയും രാജസ്ഥാൻ റോയൽസിന്റെയും പോക്ക്. സഞ്ജുവിന്റെയും ഋതുരാജിന്റെയും പരിക്ക് ഇരു ടീമുകളുടെയും കെട്ടുറപ്പിനെ ബാധിക്കുന്നതായിരുന്നു. പകരമെത്തിയ പരാഗിനും ധോണിക്കും ടീമുകളെ വിജയപാതയിൽ തിരിച്ചെത്തിക്കാനുമായില്ല. കഴിഞ്ഞ സീസണിൽ തോറ്റുമടങ്ങിയ ദൈവത്തിന്റെ പോരാളികൾ ഈ സീസണിൽ നടത്തുന്ന അവിശ്വസനീയ തിരിച്ചുവരവിൽ കണ്ണു വിഴിച്ചിരിപ്പാണ് സ്വന്തം ആരാധകർ. ഈ സീസണിലെ തുടക്കവും വ്യത്യസ്തമായിരുന്നില്ല ഹാർദിക്കിനും കൂട്ടർക്കും. 3 തുടരൻ തോൽവികളിലൂടെ 2025 സീസൺ തുടങ്ങിയപ്പോൾ ഗാലറിയിൽ ആശങ്കയോടെ തലയിൽ കൈവച്ചിരിപ്പായിരുന്നു മുംബൈ ഫാൻസ്. എന്നാൽ തുടരെ 6 മത്സരങ്ങൾ ജയിച്ച് മുംബൈ പോയിന്റ് ടേബിളിൽ തലപ്പത്തിടം പിടിക്കുമ്പോൾ ആ ടീമിനെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാതെ വേറെ വഴിയില്ല. എന്തൊരു വീറും വാശിയുമാണ് മുംബൈ ഇന്ത്യൻസ് നിങ്ങളുടെ. IPLൽ സ്ഥിരതയോടെ ഒരു ടീം എങ്ങനെ കളിക്കണമെന്നതിന് ഇതിലും മികച്ചൊരു ഉദാഹരണം വേറെ ചൂണ്ടിക്കാട്ടാനില്ല. ഫോമിലേക്ക് ഉയർന്ന രോഹിത്തും റിക്കൽട്ടനും നയിക്കുന്ന ഓപ്പണിംഗ് സഖ്യത്തിന് പിന്നാലെ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും കൂടി അടിച്ചു തകർക്കുമ്പോൾ എത്ര മികച്ച പേസ് പടയും ഒന്ന് ഉയർന്നു. ജസ്പ്രീത് ബുംറയും ട്രെന്റ് ബോൾട്ടും ദീപക് ചഹാറും കരൺ ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും എല്ലാം ചേരുന്ന ലോകോത്തര ബൗളിംഗ് പട ഏതൊരു ബാറ്റിംഗ് നിരക്കും കടുത്ത വെല്ലുവിളി ഉയർന്നു.